നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺകകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 രണ്ടാം പാദ മത്സരത്തിൽ ഇന്ന് ഇന്റർ മയാമി നാഷ്വിൽ FC പരാജയപ്പെടുത്തുമ്പോൾ ലിയോ മെസ്സി ഗോളും അസിസ്റ്റുമായിട്ട് മിന്നിക്കത്തി. പക്ഷേ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ താരത്തെ പിൻവലിക്കുന്നതും കണ്ടു. ആരാധകർക്ക് ആശങ്ക, അദ്ദേഹത്തിൻ്റെ പരിക്ക് വഷളായോ? എന്തുകൊണ്ടാണ് ടാറ്റ മാർട്ടിനോ താരത്തെ പിൻവലിച്ചത്? ആദ്യ പകുതി അവസാനത്തോടടുക്കുമ്പോൾ തന്നെ ലിയോ മെസ്സി തൻ്റെ തുടയുടെ ഭാഗത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പരിക്കിൻ്റെ ചില സൂചനകൾ അദ്ദേഹം അപ്പോൾ തന്നെ നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ ഇടവേള സമയത്ത് ഇടവേള കഴിഞ്ഞ് മെസ്സി വീണ്ടും കളിക്കളത്തിലേക്ക് വന്നപ്പോൾ ഒരാശ്വാസമായിരുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല, അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്നാൽ രണ്ടാം പകുതിക്ക് 5 മിനിറ്റ് സമയമാകുമ്പോൾ അദ്ദേഹത്തെ പിൻവലിക്കേണ്ടി പകരം റോബ് ടൈലർ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു. സ്വാഭാവികമായിട്ടും മെസ്സിയുടെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് അറിയാൻ ആരാധകർക്ക് താല്പര്യമുണ്ടാവും. കളി കഴിഞ്ഞിട്ട് ടാറ്റ മാർട്ടിനോയോട് മാധ്യമപ്രവർത്തകർ മെസ്സിയുടെ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: മെസ്സി രണ്ടാം പകുതിയിൽ കളിക്കളം വിടാൻ കാരണം മൈനർ ലെഗ് ഇഞ്ചുറിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ചെറിയ ഡിസ്കംഫർട്ട് അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് കാര്യങ്ങൾ ഒരു പ്രിക്കോഷൻ എന്ന രൂപത്തിൽ സേഫ് ആക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഞങ്ങൾ പിൻവലിച്ചത്. അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലും റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് ടാറ്റ മാർട്ടിനോ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടുമുള്ള ചോദ്യം, അടുത്ത കളി മെസ്സി കളിക്കുമോ? അതിനുള്ള മറുപടി, ഞങ്ങൾ കുറച്ച് ടെസ്റ്റുകളും മറ്റുമൊക്കെ നടത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും. അദ്ദേഹം എപ്പോൾ അടുത്ത കളിക്ക് റെഡിയാവും എന്നുള്ളതിൽ ഞങ്ങൾ തീരുമാനമെടുക്കുമെന്നാണ് ടാറ്റ മാർട്ടിനോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ടാറ്റ മാർട്ടിനോ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം അർജന്റീൻ മാധ്യമപ്രവർത്തകൻ ഗാസ് നെഡൂൽ പറയുന്നത്, മെസ്സിക്ക് ആദ്യ പകുതിയുടെ അവസാനത്തോടു കൂടി തന്നെ മസിൽ ഓവർലോഡായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിരുന്നു. അതുകൊണ്ടാണ് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തെ പിൻവലിച്ചത്. കാര്യങ്ങൾ കൂടുതൽ വഷളാവാതിരിക്കാൻ, റിസ്ക് എടുക്കാതെ ഇരിക്കാൻ പ്രിക്കോഷൻ എന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ പിൻവലിച്ചതെന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ പരിക്കത്ര ഗുരുതരമല്ല എങ്കിൽ പോലും ആരാധകർക്ക് ആശങ്കയാണ്. ഇതിപ്പോൾ ഇങ്ങനെ തുടരെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അർജന്റീനയുടെ കളി തൊട്ടരികിലെത്തിയ ഈ ഒരു സന്ദർഭത്തിൽ മെസ്സിയെ നഷ്ടപ്പെടാൻ എന്തായാലും ആരാധകർ ആഗ്രഹിക്കുന്നില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.